ഈശോമിശിഹായെ സ്തുതിയായിരിക്കട്ടെ. DFM ശുശ്രൂഷകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഡിവൈൻ കൂട്ടായ്മയുടെ ഈ ചാനലിൽ ഈ ശുശ്രൂഷകൾ പങ്കെടുക്കുമ്പോൾ നമ്മളെ ദൈവം വിളിച്ച് വേർതിരിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുന്ന വചനം ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 10-ാം വാക്യമാണ്. കർത്താവ് പറയുകയാണ് ഈ വചനത്തിലൂടെ, ചെറിയ കാര്യങ്ങൾ വിശ്വസ്തനായിരിക്കുന്നവനെ വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കുമെന്ന്. ചെറിയ കാര്യങ്ങൾ വിശ്വസ്തനാണ് എങ്കിൽ വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കും. ഞാൻ 34 വർഷമായിട്ട് സുവിശേഷം പ്രസംഗിക്കുന്നതാണ്. ധാരാളം ആളുകളുമായിട്ട് എനിക്ക് കാണാൻ പറ്റാറുണ്ട്. പ്രത്യേകിച്ച് ആദ്യകാലങ്ങളിലൊക്കെ ശുശ്രൂഷ വന്നവരൊക്കെ ആയിട്ട് ചില ആളുകളൊക്കെ എന്നോട് പറയാറുണ്ട്, ചേച്ചി ഞങ്ങളെ ആരെയും വളർന്നില്ല, ചേച്ചിനെ അച്ഛൻ വളർത്തി, അവർ വളർത്തി, ഇവര് വളർത്തി, അതുകൊണ്ട് ചേച്ചി വലിയ ആളായെന്നൊക്കെ പറഞ്ഞ് എന്നോട് പറയാറുണ്ട്. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു സത്യം എന്താണെന്നറിയാവോ? നമ്മളെ ദൈവം വളർത്തണം. അതിന് ദൈവം വളർത്തണമെങ്കിൽ നമ്മൾ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തരായിരിക്കണം. വിശ്വസ്തത കൂടിയേ തീരുള്ളൂ ദൈവസന്നിധിയിൽ അനുഗ്രഹം പ്രാപിക്കാൻ. അതുകൊണ്ടല്ലേ വെളിപാടിന്റെ പുസ്തകത്തിൽ പറയുക, വിജയം വരിക്കുന്നതിന് വിശ്വസ്തരെയാണ് ദൈവം കിരീടം ധരിപ്പിച്ച നിത്യ സൗഭാഗ്യത്തിലേക്ക് കയറ്റുന്നത്. വിശ്വസ്തൻ, നീതിമാൻ, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മുടെ പ്രവർത്തികളിലുള്ള വിശ്വസ്തത. ഞാൻ പറയും, നമ്മൾ വളരണമെങ്കിൽ, ദൈവത്തിലേക്ക് വളരണമെങ്കിൽ, മറ്റുള്ളവരെ രക്ഷിക്കുന്ന സുവിശേഷകരായി നമ്മൾ വളരണമെങ്കിലും നമ്മൾ ചെറിയ കാര്യങ്ങൾ വിശ്വസ്തരായിരിക്കണം. ഏറ്റവും കുറഞ്ഞ നമ്മുടെ ഒരു പേഴ്സണൽ പ്രയറിന്റെ കാര്യത്തിൽ നമ്മൾ വിശ്വസ്തരാണെങ്കിൽ, വചനം വായിക്കുന്ന കാര്യത്തിൽ നമ്മൾ വിശ്വസ്തരാണെങ്കിൽ, മറ്റുള്ളവരുടെ തെറ്റുകൾ അവഗണിക്കുന്ന കാര്യത്തിൽ നമ്മൾ വിശ്വസ്തരാണെങ്കിൽ, നമ്മൾ കലഹിക്കാതെ, കർത്താവിന്റെ ദാസൻ കലഹപ്രിയരായിരിക്കരുതെന്ന്, ആ കലഹിക്കാതെയൊക്കെ അവരോട് ആത്മസംയമനത്തോടെ നിന്നുകൊണ്ട് ആ അഷ്ടസൗഭാഗ്യങ്ങൾ പറഞ്ഞതുപോലെ സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. അപ്പൊ ഇതിലേക്ക് ഒരു വിശ്വസ്തത ഉണ്ടെങ്കിൽ, ഞാൻ സമാധാനം സ്ഥാപിക്കേണ്ട ദൈവത്തിന്റെ പുത്രനാണ്, പുത്രിയാണെന്നുള്ള ബോധ്യമുള്ളാകുമ്പോൾ ആവശ്യമില്ലാത്ത കലഹങ്ങളിലേക്കൊന്നും പോകുകയെന്ന് മാത്രമല്ല, േഷണി, പരദൂഷണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റിവെക്കാൻ പറ്റും. അങ്ങനെ ഈ ചെറിയ കാര്യങ്ങൾ, മൈന്യൂട്ടായ കാര്യങ്ങൾ, അല്ലാതെ വലിയ ഒച്ചത്തിൽ സ്തുതിക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ വലിയ വലിയ പ്രോഗ്രാമുകൾ നയിക്കുന്ന കാര്യത്തിലോ ഒന്നുമല്ല നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ചെറിയ കാര്യങ്ങളിൽ ഒന്ന് സ്തുതിച്ച് ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് പേഴ്സണലായിട്ട് പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ നീ വിശ്വസ്തനാണോ? 1 മണിക്കൂറെങ്കിലും അങ്ങനെ വിശ്വസ്താപൂർവ്വം നീ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ, നിന്നെ ദൈവം ഉയർത്തും. കാരണം ഈ ശുശ്രൂഷയിൽ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയ, ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത്, ദൈവമാണ് നമ്മളെ വളർത്തുന്നത്, മനുഷ്യനല്ല നമ്മളെ വളർത്തുന്നത്. അതുകൊണ്ട് ചെറിയ കാര്യങ്ങൾ വിശ്വസ്തരായിരിക്കാം. നമ്മുടെ ശുശ്രൂഷയുടെ കാര്യത്തിൽ, അവിടെ പ്രയറിന്റെ കാര്യത്തിൽ ആദ്യം വിശ്വസ്തരായി നോക്ക്. വചനം വായിക്കുന്ന കാര്യത്തിൽ നമ്മൾ വിശ്വസ്താപൂർവ്വം വായിച്ചു നോക്ക്. നിങ്ങൾ വചനം വായിച്ചു നോക്ക്. എന്റെ വചനങ്ങളിൽ തീവ്ര അഭിനിവേശം കാണിക്കുമെന്ന്, നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കുമെന്ന് ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ, 6:11. നമുക്ക് ജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാൽ നമ്മളെ ആർക്കെങ്കിലും തകർക്കാൻ പറ്റുമോ? ദൈവം നമ്മളെ വളർത്തുകയല്ലേ ദൈവിക ജ്ഞാനം കൊണ്ട്. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിൽ അങ്ങ് തീവ്ര അഭിനിവേശത്തോടു കൂടെ വചനം വായിക്കുക. ഒരു ദിവസം 1/2 മണിക്കൂറോ 1 മണിക്കൂറോ എത്ര സമയം കിട്ടുന്നതിനനുസരിച്ച് നിങ്ങൾ വചനം വായിച്ചു നോക്ക്. 1 മണിക്കൂറെങ്കിലും പേഴ്സണൽ പ്രയർ നടത്തി നോക്ക്. 1/2 മണിക്കൂറെങ്കിലും പരിശുദ്ധാത്മാ നിറയാൻ വേണ്ടി പ്രാർത്ഥിച്ചു നോക്ക്. നമ്മൾ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും എല്ലാം ദൈവത്തിന്റെ വചനത്തെ ധ്യാനിച്ച് ദൈവത്തെ ആരാധിച്ച് നോക്ക്. യേശു സമരയക്കാരി സ്ത്രീയോട് പറഞ്ഞതുപോലെ ഒരു ആരാധനയുടെ ജീവിതത്തിലേക്ക് വന്നു നോക്കും. നീ വിശ്വസ്തനാണെന്ന് ദൈവത്തിന് അറിയാൻ പറ്റും. നമ്മൾ വിശുദ്ധ ബൈബിൾ വായിക്കുന്നില്ലേ, നമ്മുടെ ദാവീദിനെ കുറിച്ച്? ദാവീദിൽ ഞാൻ തനിക്കിണങ്ങിയ ഒരു ഹൃദയം കണ്ടെന്ന കർത്താവ് പറയുന്നത്. ദാവീദിന്റെ ഹൃദയം എപ്പോഴും ദൈവത്തോട് ഉറച്ചു നിൽക്കുകയാണ്. കാരണം എന്തുകൊണ്ടാ? ദാവീദിനെ ഷെമയും തെറി പറയാൻ വേണ്ടി വന്നപ്പം ദാവീദിന്റെ അംഗരക്ഷകർ പറഞ്ഞു, അവന്റെ തെറി പറയുന്ന ഷെമയുടെ തലയങ്ങ് വെട്ടിക്കളയാൻ. ദാവീദ് എന്ത് പറഞ്ഞു? നിങ്ങൾ അതിനകത്ത് ഇടപെടേണ്ട കാര്യമില്ല. ദൈവം പറഞ്ഞതുകൊണ്ട്, അനുവദിച്ചുകൊണ്ടാണ് ഷെമയൻ എന്നെ തെറി വിളിക്കുന്നത്. ദൈവം പറഞ്ഞിട്ട് അവൻ എന്നെ ചീത്ത വിളിക്കുകയാണ്. നിങ്ങൾ ഇതിനകത്ത് എന്തിന് ഇടപെടുന്നു? ചെറിയ കാര്യങ്ങൾ അവൻ വിശ്വസ്തനായിരുന്നു. അവന് വേണമെങ്കിൽ രാജാവായതുകൊണ്ട് ദാവീദിന് പറയാം, വെട്ടടാ അവന്റെ തല, ഞാൻ രാജാവാ, എനിക്കെതിരെ നാവ് ഉയർത്തിയവന് കര ഉയർത്തണമെന്നും എന്റെ രാജ്യത്തിൽ ജീവിക്കാൻ പാടില്ലെന്ന് വേണമെങ്കിൽ ആർക്ക് പറയാമായിരുന്നു? ദാവീദിന് പറയാമായിരുന്നു. പക്ഷെ ദാവീദ് അങ്ങനെ പറഞ്ഞില്ലെന്ന് മാത്രമല്ല, അവനെ വെറുതെ വിടുകയാണ്. അതാണ് വിശ്വസ്തന്റെ ലക്ഷണം. ദാവീദ് വിശ്വസ്തനായതുകൊണ്ട് അവന്റെ വേരിൽ നിന്ന്, ശാഖയിൽ നിന്ന് ക്രിസ്തു ഉണ്ടാകാൻ വരെ ഇടയായി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓരോ പെരുമാറ്റവും പ്രവൃത്തിയും സംസാരവും ചിന്തകളും ഒക്കെ ഒന്ന് എപ്പോഴും നമ്മൾ പരിശോധിച്ചു നോക്കണം. ഞാൻ എന്റെ ദൈവത്തിന് മുമ്പിൽ വിശ്വസ്തനായിട്ടാണ് ജീവിക്കുന്നത്. അത് ചെറിയ കാര്യങ്ങൾ മതി. ചെറിയ കാര്യങ്ങളില് വലിയ ആന കാര്യങ്ങളൊന്നും വേണ്ട. ഒരാൾക്ക് ഒരു ഗ്ലാസ് വെള്ളം സന്തോഷത്തോടെ കൊടുത്താല്, ഒരാൾക്ക് എന്തൊരു സഹായം നീ സ്നേഹത്തോടെ ചെയ്താല്, ദൈവം നിന്നെ അവിടെ പെർഫെക്റ്റായി ഉള്ള ഒരാളാണെന്ന് ദൈവം കാണും. അപ്പോൾ ദൈവം നിന്നെ ഉയർത്തും. നിന്റെ പടികൾ ദൈവം എപ്പോഴും നിനക്ക് അനുകൂലമാക്കി തരും. സ്വർഗത്തിലേക്ക്, ദൈവത്തിലേക്ക്, നിന്റെ ആത്മീയ വളർച്ചയിലേക്ക്, ലോകത്തിലുള്ള ജീവിതത്തിൽ, സാമ്പത്തികമായ ഉയർച്ചയില്, എല്ലാ സ്നേഹബന്ധങ്ങളുടെ ഉയർച്ചയിലെല്ലാം നിന്റെ വിശ്വസ്താപൂർവമുള്ള ചെറിയ കാര്യങ്ങളിലുള്ള നിന്റെ
നിന്റെ വിശ്വസ്തത കണ്ട് ദൈവം നിന്നെ മാനിച്ച് ഉയർത്താൻ പോകുന്നു. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളെ അങ്ങയുടെ വിശ്വസ്തരാക്കി മാറ്റണമേ. ചെറിയ കാര്യങ്ങൾ വിശ്വസ്തരായി അങ്ങയുടെ മുൻപിൽ ഉയരുവാൻ തക്കവണ്ണമുള്ള ഒരു കൃപാഭിഷേകം ഞങ്ങൾക്ക് തരണമേ. ആമേൻ.